എന്റെ സിനിമ, എന്റെ ബീച്ച് എല്ലാം വാതുക്കെ കിടക്കുന്ന ആ സെറ്റിയില്ല. ഞാൻ അവിടെ ഇരുന്നോളാം. രാവിലെ വെള്ളം ഒഴിക്കാൻ മറന്നു. നമ്മൾ നട്ടു വളർത്തിയിട്ട് നമ്മൾ തന്നെ മറക്കുന്നത് ശരിയല്ലല്ലോ. ശരിയാ, ഇവിടെ ഒരാൾ അതിലും വലിയ കാര്യം മറന്നു. അതെ, എന്ത് കാര്യമാണ് ഞാൻ മറന്നത്? പറ. അല്ല, ഇന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടോ? ഓർത്തു നോക്ക്. ഇന്ന് ഒക്ടോബർ 24. അയ്യോ, ജിനിയുടെ ബർത്ത്ഡേ അല്ലേ? ഞാൻ അവിടെ വിഷ് ചെയ്ത് പോലും ഇല്ല. നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? പറയാൻ നമ്മൾ തമ്മിൽ അങ്ങനെ ഇപ്പൊ സംസാരിക്കാറൊന്നുമില്ലല്ലോ. ഹനിയമ്മേ, പറയേണ്ട കാര്യമൊന്നുമില്ല. പറയാതെ ഓർത്തിരിക്കേണ്ട കടമ ഒരപ്പനുണ്ട്, അച്ചായനുണ്ട്. അതൊക്കെ ശരിയാ. നീ പോയി റെഡിയാവ്. നമുക്ക് അവർക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കണം, കേക്ക് വാങ്ങിക്കണം, സെപ്പറേഷൻ ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യണം. ചെല്ലേ. ഞാനില്ല. ഞാൻ രാവിലെ വിഷ് ചെയ്തു, ചോക്ലേറ്റ് വാങ്ങാനുള്ള കാശും കൊടുത്തു. ഞാൻ പറയുന്നേക്ക് ചെല്ലേ. ഇല്ല. പോയി റെഡിയാടി. പിടിച്ച് കൂമ്പി അകലകളെ. പറയാതെ ഓർത്തിരിക്കേണ്ട കടമ ഒരപ്പനുണ്ട്, അച്ചായനുണ്ട്. അതൊക്കെ ശരിയാ. നീ പോയി റെഡിയാവ്. നമുക്ക് അവർക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കണം, കേക്ക് വാങ്ങിക്കണം, സെപ്പറേഷൻ ആയിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യണം. ചെല്ലേ. ഞാനില്ല. ഞാൻ രാവിലെ വിഷ് ചെയ്തു, ചോക്ലേറ്റ് വാങ്ങാനുള്ള കാശും കൊടുത്തു. ഞാൻ പറയുന്നേക്ക് ചെല്ലേ. ഇല്ല. പോയി റെഡിയാടി. പിടിച്ച് കൂമ്പി അകലകളെ. പ്രായം കൂടുന്തോറും ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതുണ്ടാക്കുന്ന ഒരകലം നമുക്കിടയിലും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ വീട്, ബസ്, ഓഫീസ് ഒക്കെ കൂടി ഒരു മടുപ്പ. ഇതൊക്കെ അതിന് കാരണമായിട്ടുണ്ടാവാം. ജീവിതത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ റീടേക്കുകളുണ്ട് അനിയമ്മേ. നിന്റെ ഈ സങ്കടം മാറാനും എന്റെ ഈ മടുപ്പ് മാറാനും ഒരു കാര്യം നമ്മൾ തിരിച്ചു പിടിച്ചാൽ മതി. നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പ്രണയം. ഇനി ഞാനൊരു കാര്യം പറയാം. ശനിയാഴ്ച രാത്രി അച്ചായൻ വീട്ടിലേക്ക് വിളിച്ചില്ലേ? ഹായ്, ഹലോ, ഹൗ ആർ യു? സിറ്റിയിൽ ചുരുണ്ടുകൂടിപ്പോയ എന്നെ ഉണർത്താൻ ആ 3 വാക്കുകൾ മതിയായിരുന്നു. ഒരു സന്തോഷവും എനർജിയൊക്കെ എവിടുന്നോ വന്നതുപോലെ. അതുകൊണ്ടാ ഇന്നലെ പള്ളിയിൽ വന്നപ്പോ ജോസ്മോൻ കൊണ്ടുതന്ന സാരി ഉടുത്തതും ഒരുങ്ങിയതുമല്ല. ഞാൻ ഇപ്പോഴും അതിന്റെ ഹാങ് ഓവറില. അച്ചായനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഉമ്മ വെച്ച് ആമീന്ന് പതുക്കെ വിളിക്കുന്നതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. തനിച്ചിരിക്കുമ്പോ ഈ വീടൊരു നരകമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്വർഗായിരിക്കും. ആലീസേച്ചി വെറുതെ അവളെ വേണ്ടാതെ ക്ഷീണമൊന്നും പഠിപ്പിക്കും കേട്ടോ. പിന്നെ തളറിക്കും. അല്ല, ജിനി എത്തിയില്ല. ഇപ്പൊ വരും. അത് നോക്കട്ടെ. നന്നായിട്ടുണ്ട്. ചേച്ചി എവിടെ? അവളുടെ സൈക്കിള് പഞ്ചറായി, ഒട്ടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഇത് എന്ത്? നിനക്ക് ഇഷ്ടായ? അവള് വരുമ്പോ ഞെട്ടിപ്പോണം. എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. വരട്ടെ.